ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധമുള്ള രണ്ട് വാക്കുകളാണ് സിൻസ്, ഫോർ. സിൻസിൻ്റെ അർത്ഥം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ ഇപ്പോൾ വരെ. ഫോറിൻ്റെ അർത്ഥം ഒരു കാലഘട്ടം, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇല്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സമയത്ത് തീരുന്ന, കംപ്ലീറ്റ് ആകുന്ന, പെർഫെക്റ്റ് ആകുന്ന സംഗതികളെ പറ്റി പറയാനാണ്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയാൽ ഐ ഹാവ് നോൺ ഹിം സിൻസ് 2021. അതിൻ്റെ അർത്ഥം എന്നാ? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. 2021 മുതൽ ഇപ്പോൾ വരെ. ഈ സാധാരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിലെഴുതുന്ന ഒരു സെൻറ്റൻസാണ് ഐ ഹാവ് നോൺ ദിസ് പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ്. ആരുടെയെങ്കിലും പേര് വെച്ചിട്ട് ഐ ഹാവ് നോൺ അശോക് സിൻസ് 2021 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇപ്പോൾ വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഈ 2021 മുതൽ ഞാനീ പറയുന്ന എഴുതുന്ന ഈ നിമിഷം വരെ എനിക്കറിയാം. പക്ഷേ ഇതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റിന് കൊണ്ട് പോയി ഈ പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടി മനസ്സിലായില്ല. അതാണ്. അതുപോലെ തന്നെ ഐ ഹാവ് നോൺ ഹിം ഫോർ 3 years എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മാത്രമേ ഉള്ളൂ, എന്ന് മുതലാന്ന് പറയുന്നില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സിൻസും ഫോറും നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഇത് എക്സാമ്പിൾ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി ദേ ഹാവ് പ്ലേഡ് സിൻസ് മോർണിംഗ്. അതായത് ഞാൻ ഈ പറയുന്ന സമയം വരെ, രാവിലെ മുതൽ എന്നുള്ള അർത്ഥമുണ്ട്. രാവിലെ മുതൽ ഈ പറയുന്ന സമയം വരെ അവർ കളിച്ചു. രണ്ടാമത്തെ സെൻറ്റൻസ് ദേ ഹാവ് പ്ലേഡ് ഫോർ 7 hours. ഒരു സമയം മാത്രം, ഒരു പീരീഡ് ഓഫ് ടൈം. മനസ്സിലായി? ഒരു എന്തുമാത്രം സമയമെന്ന് പറയുന്നത്, എപ്പോൾ തുടങ്ങിയെന്ന് പറയുന്നില്ല. അതാണ് സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം. സിൻസിന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ഫോറിന് അതില്ല. സിൻസ് കുറച്ചുകൂടി ഡെഫിനറ്റ് ആണ്. നമ്മൾ സിൻസ് എന്ന് പറയുമ്പോൾ ഇന്ന സമയം മുതൽ ഇപ്പോൾ വരെ എന്നാണ്. അതേസമയം ഫോറിൻ്റെ അർത്ഥം ഈ കാലത്തേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് നീളും. മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കി ഹി ഹാസ് ടേക്കൻ ക്ലാസ്സസ് സിൻസ് 2 PM. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ക്ലാസ് എടുത്തു. ഹി ഹാസ് ടേക്കൻ ക്ലാസ്സസ് ഫോർ 2 hours. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നില്ല, ഈ സമയം വരെ എന്നുള്ള അർത്ഥമുണ്ട്. നാലാമത്തെ സെൻറ്റൻസ് ഷീ ഹാസ് ലിവ്ഡ് ഹിയർ സിൻസ് 2010. ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 13 years. തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ സെൻറ്റൻസുകൾ ഇങ്ങനെ വരും. ഐ ഡാഷ് ഹിയർ ഫോർ 5 years. ബ്രാക്കറ്റിൽ കാണും ലിവ്ഡ്, ലിവിങ്, ഈസ് ലിവിങ്, ലിവ്ഡ്, ഈസ് ലിവിങ്, ഹാസ് ലിവ്ഡ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഹാസ് ലിവ്ഡ് എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. കാരണം ഫോറുണ്ടായില്ല. ഇത് തന്നെ സിൻസും ഐ ഡാഷ് സിൻസ് 2013. അങ്ങനെ ഒരു സെൻറ്റൻസ് ആണെന്നിരിക്കട്ടെ. ബ്രാക്കറ്റിൽ ഹാസ് ലിവ്ഡ്, ഈസ് ലിവിങ്, ഓർ ആം ലിവിങ്, ആൻഡ് വാസ് ലിവിങ്, ലിവ്ഡ്, ഇങ്ങനെയൊക്കെ പല ഓപ്ഷൻ കാണും. പക്ഷേ സിൻസും ഫോറും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹാവ് ലിവ്ഡ് ഉണ്ടെങ്കിൽ അതങ്ങ് എഴുതുക. അങ്ങനെ ഒരു ക്ലൂ ഉണ്ട് കേട്ടോ. ഈ സിൻസ് ഫോറും ഉണ്ടെങ്കിൽ അതൊരു ക്ലൂ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഡിഫറൻസ് എന്ത്? സിൻസും ഫോറും രണ്ട് വാക്കുകൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റിനോട് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സിൻസിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അപ് ടു നൗ എന്നാണ്. ഒരു പർട്ടിക്കുലർ തുടക്കത്തിൻ്റെ ഒരു ഇതുണ്ട്.
2010 അല്ലെങ്കിൽ 2011 അല്ലെങ്കിൽ രാവിലെ മുതൽ അല്ലെങ്കിൽ വൈകിട്ട് 5 മണി മുതൽ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞ് മുതൽ സിൻസ് ആഫ്റ്റർനൂൺ. അതേസമയം ഫോറിനതില്ല. ഫോറിനൊരു കാലയളവ് മാത്രമേ പറയുന്നുള്ളൂ. എ പീരീഡ് ഓഫ് ടൈം, ഇതാണ് കാലയളവ്. മറ്റേതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ക്ലിയർ ആയില്ലേ? ബൈ.